പഠനത്തോടൊപ്പം ഒരു ജോലി പണ്ട് മുതലൊക്കെ ഈ പറഞ്ഞു കേട്ടിരുന്നതാണ് എങ്കിൽ പോലും ഈ മാറി വരുന്ന കാലത്ത് അതിനൊത്തുള്ള അഭിരുചികളൊക്കെ തേടുന്നുണ്ട് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ തന്നെ. ഒരു മിടുക്കനെ പരിചയപ്പെടാം. പുത്തൻ കാലത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് വരുമാനമുണ്ടാക്കുന്ന കാസർഗോഡ് കുറ്റിക്കോൾ സ്വദേശിയായ ഒരാളെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങോട്ടൊക്കെ നമ്മൾ ഫുള്ള് വേൾഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. നമുക്ക് ഏത് ആംഗിൾ തിരിഞ്ഞാലും ഫുള്ള് വേൾഡ് 360 ഡിഗ്രിയിൽ. അങ്ങനെയാണ് ഇത് VR വർക്കുന്നത്. VRന്റെ ഫുൾ ഫോം വെർച്വൽ റിയാലിറ്റി എന്നാണ്. ഇത് ശ്രീനന്ദ് കരിച്ചേരി, GVHSS ഇരിയണ്ണിയിലെ +2 കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി. ഈ ചെറുപ്രായത്തിൽ തന്നെ 2 കോഡിംഗ് സ്ഥാപനങ്ങളുടെ ഉടമയാണ് ഈ 17കാരൻ. വിദേശ കമ്പനികൾ പോലും ഇപ്പോൾ ഈ കൗമാരക്കാരൻ്റെ സഹായത്തിനായി കാത്തു നിൽക്കുകയാണ്. കോഡിങ് ഒഴികെ എനിക്ക് കൂടുതൽ താല്പര്യം ഹാർഡ്വെയറിനോടാണ്, അതായത് ഇലക്ട്രോണിക്സ്, റോബോട്ട്സിൻ്റെ കമ്പോണൻസ്. അപ്പം അത് യൂസ് ചെയ്യുമ്പോൾ അതിന് കോഡിങ്ങിൻ്റെ ആവശ്യം വരും. അങ്ങനെ ഞാൻ വെബ് ഡിസൈനിങ് ഓൾമോസ്റ്റ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ കോറാണ് C++ ആണ്, C++ഉം പൈത്തണും ആണ്. അത് വെച്ചിട്ടാണ് ഞാൻ മെയിൻലി വർക്ക് ചെയ്യുന്നത്. ഇപ്പം ആസ് എ 12th സ്റ്റുഡൻറ്റ് ലൈക്ക് ഞാൻ അടുത്ത കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പോൾ അതും ഇതും ഒന്നിച്ച് ബ്ലെൻഡ് ആയതുകൊണ്ട് ലൈക്ക് നല്ലതാണ്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ടുള്ള നല്ല നല്ല പ്രൊജക്ട്സും ചെയ്യുന്നുണ്ട്. കോഡ്കേവ്, myvat.in എന്നീ IT സംരംഭങ്ങളാണ് ശ്രീനന്ദിന്റെ നേതൃത്വത്തിലുള്ളത്. 3 കൂട്ടുകാരെയും ഇവൻ കൂടെ കൂട്ടിയിട്ടുണ്ട്. വെബ് ഡിസൈനിങ്, ആപ്പ് ഡെവലപ്മെന്റ്, റോബോട്ടിക്സ്, AI, ഇലക്ട്രോണിക്സ്, എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ്, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്ന സ്റ്റാർട്ടപ്പാണ് കോഡ്കേവ്. പഞ്ചായത്തുകളെയും വാർഡുകളെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ആപ്ലിക്കേഷനാണ് myvat.in. പ്രാദേശിക വാർത്തകൾ, സംഭവങ്ങൾ, തൊഴിലവസരങ്ങൾ തുടങ്ങിയവ ഈ ആപ്പിലൂടെ ലഭ്യമാവും. 7ാം തരത്തിൽ പഠിക്കുമ്പോൾ തന്നെ യൂട്യൂബ് നോക്കിയാണ് ഇതിൻ്റെ ഓരോ മേഖലയും ഈ കൗമാരക്കാരൻ പഠിച്ചു തുടങ്ങിയത്. റോബോട്ടിക്സിൽ ഇതിനകം നിരവധി പ്രോജക്റ്റുകൾ തയ്യാറാക്കി. റോബോട്ടിക്സിലെ പഠന മികവ് അധ്യാപകൻ എന്ന നിലയിലേക്കും ശ്രീനന്ദിനെ ഉയർത്തി. കുട്ടികൾക്കായി 51 ക്ലാസുകളാണ് ഇതിനകം ശ്രീനന്ദ് നൽകിയത്. സംസ്ഥാന ശാസ്ത്രമേളകളിലെ മിന്നും താരമായ ഈ പയ്യൻ പുതിയൊരു സംരംഭത്തിനായുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. സാരംഗ് സുരേഷാണ് നമ്മുടെ കൂടെയുള്ളത് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ. സാരംഗ്, ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ നേട്ടങ്ങൾ കൊയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമൊന്നുമല്ല, ഒരുപാട് പേർക്ക് മാതൃകയാക്കുന്നതാണ്. ശ്രീനന്ദ് മാത്രമല്ല, കൂടെ ചില മിടുക്കന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വലിയ കമ്പനികൾ പോലും സമീപിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യമല്ല. ഞാൻ ആലോചിക്കുകയായിരുന്നു, യൂട്യൂബ് നോക്കി പഠിച്ചു വന്നതാണ്. എന്തും ഏതും എല്ലാ വിവരങ്ങളും നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വിരൽത്തുമ്പിൽ കിട്ടുന്ന കാലമാണ്. പലപ്പോഴും പരാതി പറയുന്നുണ്ട്, ഫോണും ഒക്കെ നോക്കി ഇരുന്ന് ഇങ്ങനെ അങ്ങ് പോവുകയാണെന്ന്. വേണമെങ്കിൽ നല്ല കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് ഫോൺ യൂസ് ചെയ്താൽ, നല്ല വൃത്തിക്ക് കാര്യങ്ങൾ പഠിച്ചെടുത്താൽ നമ്മുടെ മക്കൾക്കെല്ലാം ഈ രീതിയിൽ വളരാൻ പറ്റും. നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട്, കോഡിങ്, അതുപോലെ പൈത്തൺ, C++ എന്നൊക്കെ പറയുന്ന സമയത്ത് അത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള എക്സ്പേർട്സിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണത്. ഞാൻ പറയാൻ പോകുന്നത് ഒരു എക്സ്പേർട്ടിനെ കുറിച്ച് തന്നെയാണ്. പക്ഷെ ആൾക്ക് 17 വയസ്സ് മാത്രമേ ഉള്ളൂ. സാധാരണ എല്ലാവരും കളിച്ചും ചിരിച്ചും ഓടിക്കളിച്ചൊക്കെ നടക്കുന്ന പ്രായത്തിലാണ് ശ്രീനന്ദിനെ പോലുള്ള ഒരു കൗമാരക്കാരൻ അവൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ചേർന്നിട്ട് ഇങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കുന്നത്. മാത്രമല്ല നമ്മുടെയൊക്കെ തന്നെ ഈ ഏഷ്യൻ രാജ്യങ്ങളും പുറത്ത് ഉള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ വ്യാപാര കരാറുകളിൽ ഏർപ്പെടുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാസർഗോഡ് സാധാരണ കുറ്റിക്കോൽ എന്ന് പറയുന്ന ഒരു ഗ്രാമീണ മേഖലയിൽ നിന്ന് വന്ന ഒരു പയ്യൻ അവൻ്റെ 12ാം വയസ്സ് തൊട്ട് കോഡിങ് പഠിക്കുകയാണ്. അതും യൂട്യൂബ് ഉപയോഗിച്ചുകൊണ്ടാണ് ശ്രീനന്ദ് പഠിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ 2 സ്ഥാപനങ്ങൾ തുടങ്ങി വെച്ചു. അതിൻ്റെ സഹസ്ഥാപകരിൽ ഒരാളാണ് ശ്രീനന്ദ്. ഇപ്പോൾ 3ാമത് കൊക്കൂൺ എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനത്തിനുള്ള ആരംഭത്തിലേക്ക് കിടക്കുകയാണ്. അതും ഉടനടി തന്നെ വെളിച്ചത്തിലേക്ക് വരും. പിന്നെ ശ്രീനന്ദിനെ കുറിച്ച് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുന്ന സർക്കാരിൻ്റെ പദ്ധതിയെ ചേർന്നുകൊണ്ടാണ് ശ്രീനന്ദ് മുന്നോട്ടേക്ക് പോകുന്നത്. റോബോട്ടിക്സിലും നല്ല അറിവും പ്രാവീണ്യമുള്ള ഒരു കുട്ടിയാണ് ശ്രീനന്ദ്. അപ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും അവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. നമ്മൾ പല മേളകളിലും, സംസ്ഥാന ശാസ്ത്രമേളയിലും അതുപോലെ തന്നെ എൻ്റെ കേരളം പ്രദർശന മേളയിലൊക്കെ ശ്രീനന്ദനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്.
ഇനി പുതിയ സാധ്യതകൾ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിലാണെങ്കിലും ശ്രീനന്ദിനെ നമുക്ക് നല്ല രീതിയിൽ അംഗീകരിക്കപ്പെടേണ്ട ഒരു കഴിവുള്ള ഒരു പ്രതിഭയാണ് ശ്രീനന്ദ് എന്ന് പറയുന്നത്. വെറും 2000 രൂപ മാത്രം ഈടാക്കിക്കൊണ്ട് കുട്ടികൾക്ക് എന്ന രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ പോലും ഏത് പ്രായക്കാർക്കും വെറും 2000 രൂപ വിത്ത് കിറ്റടക്കമാണ് ശ്രീനന്ദ് കോഡിംഗ് പഠിപ്പിക്കുന്നത്. 2 മാസം കൊണ്ട് അവരെല്ലാവരെയും കോഡിംഗ് എക്സ്പേർട്ടുകളാക്കി മാറ്റുമെന്നുള്ള ഉറപ്പ് ആ കൗമാരക്കാരന്റെ ഭാഗത്ത്